ഒരു അനീതിക്കെതിരെ ഇപ്പോൾ പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി നിയമത്തിലെ വഖഫിൻ്റെ നടപടികൾക്കെതിരെ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ച് എന്താണ് ഈ സ്വത്തുക്കൾ BJP എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അതവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവിടെ സാധാരണക്കാർക്കും സ്ത്രീകൾക്ക്, മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കും അശരണരായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും അവകാശപ്പെട്ട സ്വത്ത് 3% വരുന്ന ആളുകൾ കൈയാളുകൾ. അതിന് അറുതി വരുന്നത് പിന്നെ കണക്ക് വേണം. 2023 കണക്ക് പ്രകാരം വഖഫിന് 12,000 കോടി രൂപയുടെ സ്വത്ത്. 12 ലക്ഷം കോടി. 12,000 കോടി അല്ലല്ലോ, 12 ലക്ഷം കോടി രൂപയുടെ സ്വത്തുണ്ട് വഖഫിന്. ആനുവൽ ഇൻകം അതിൽ നിന്നും വരേണ്ടത് 12,000 കോടിയാണ്. 1%. ശരിക്കും വഖഫിൻ്റെ ഇൻകം എത്രയാണെന്ന് അറിയാം? 2023 93 കോടി രൂപ. ബാക്കിയോടെ പോകുന്നു. 1600 ഏക്കർ സ്ഥലമാണ് കർണാടകയിൽ മാത്രം വഖഫ് സ്ഥലം കൊമേഴ്ഷ്യലാക്കി കൺവേർട്ട് ചെയ്തു. അതെന്തിനാ? അപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ ഇത് ആരുടെ സ്വത്താണ്? അള്ളാഹുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സ്വത്താണ് കുറേ ആളുകൾ അടിച്ചുകൊണ്ട് പോകുന്നത്. അതിനെ റെഗുലറൈസ് ചെയ്യാൻ പോയ പിണറായി വിജയൻ നരേന്ദ്രമോദി മോശക്കാരൻ.